നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 288 288. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 288. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായം ഇന്ന് തുടങ്ങുകയാണ്. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 1. അധതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യത് വിദിത്വാ വിമുച്യേത പുരുഷ പ്രാകൃതൈ ഗുണൈ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ അനന്തരം ഭവതിക്ക് തത്വങ്ങളുടെ ലക്ഷണം, വെവ്വേറെയുള്ള ലക്ഷണങ്ങളെ വിവരിച്ചു പറയാം. യാതൊന്നിനെ അറിഞ്ഞിട്ട് പുരുഷൻ പ്രകൃതിജന്യങ്ങളായ ഗുണങ്ങളാൽ വിമോചിക്കപ്പെടും. അതായത് പ്രകൃതി ജന്യങ്ങളായ ഗുണങ്ങൾ, തമോ ഗുണം, രജോ ഗുണം പ്രധാനമായിട്ട്, പിന്നെ സാത്വിക ഗുണം. സത്വഗുണം എന്ന് പറഞ്ഞതും സാത്വിക ഗുണം എന്ന് പറഞ്ഞ കൂടി വ്യത്യാസമുണ്ട്. സത്വഗുണം എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തിൻ്റെ ഗുണം എന്നാണ് പറയാം. പ്രൊണൗൺസിലെ. അപ്പോൾ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളെയും നിരാകരിച്ച് തുര്യാവസ്ഥയിലെത്തുമ്പോഴാണ് ഈശ്വരനെ അഭിമുഖമായിട്ട് കാണുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന തേജോപുഞ്ചത്തെ ഫീൽ ചെയ്യുക. അറിയാമെന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുക. ഫീൽ ചെയ്യാതെ കൊണ്ടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നുമില്ല. പ്രൊണൗൺസിലെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. 26-ാം അധ്യായത്തിൽ പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ച് അറിയുവാൻ ഉപകരിക്കുന്ന പ്രകൃതി എന്താണ്, പ്രകൃതിയുടെ നിയാമകൻ ആരാണ്, അതിനെ വേർതിരിച്ചറിയണം. അതിനാണ് സാംഖ്യാശാസ്ത്രം. ഭഗവാൻ കപിലൻ മാതാവിന് ഉപദേശിക്കുന്നു. അതിൽ പ്രകൃതി പുരുഷന്മാർ തുടങ്ങിയുള്ള സർവതത്വങ്ങളുടെ ഉൽപ്പത്തിയും ലക്ഷണവും പറയുന്നത് കൊണ്ട് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ സാധിക്കും. പരമർശമുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം ചെയ്യാം. ഇങ്ങനെ പിടിച്ചാൽ എന്താ, ഇപ്പം നിങ്ങൾ എന്താ കാണുന്നത്? ഒരു വിരലേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഒരു വിരലല്ല, 2 വിരലുണ്ട്. പരമർശം. അപ്പോൾ ഇങ്ങനെ കാണിച്ചത് 2 അറിയാം. പക്ഷെ ഇങ്ങനെ പിടിച്ചു വിചാരിച്ചാൽ നമുക്ക് എന്താ ഉള്ളൂ? നമ്മൾ കാണുന്നത് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ സത്യം ഇതേപോലെയുള്ള ജിമ്മിക്സ്, ഇതേപോലെയുള്ള അറിവാണ് നമ്മളെ വകതിരിവുള്ളവനാക്കുന്നത്. ഈ പണ്ടത്തെ കാലത്ത് ചിമ്മിണി വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അതിനെ പിടിക്കാൻ നോക്കും. എത്ര പിടിക്കണ്ടെന്ന് പറഞ്ഞാലും പാടില്ല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഒരു പ്രാവശ്യം കൈ ഒന്ന് പൊള്ളിയ പിന്നെ ജമ്മൻ അവർ പിന്നെ അത് തൊടില്ല. അതേപോലെ ഏതാണ് പ്രകൃതി, ഏതാണ് പുരുഷൻ, ബ്രഹ്മം എന്താണ്, പ്രകൃതി എന്താണ്? അപ്പോൾ ഇന്ന് ഈ എന്താണെന്നാ പറയുക, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഫോറിനേഴ്സ് വന്ന് നമ്മുടെ രാജ്യത്തിനെ കാണണം, അവർക്ക് സന്തോഷിക്കാൻ മധുപാനം ചെയ്യണം. അങ്ങനല്ല പറഞ്ഞത്. അവരവരിലുള്ള ചൈതന്യത്തിനെ മനസ്സിലാക്കാനാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. അത് പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടേനി. അപ്പോൾ എത്രയോ വെസ്റ്റേണേഴ്സ്, ഫോറിനേഴ്സ് ഈ ഭഗവത്ഗീതയും മഹാഭാരതവും രാമായണമൊക്കെ പഠിച്ചിട്ട് തത്വചിന്തകന്മാരായിട്ടുണ്ട്. തത്വചിന്തകന്മാർ. പക്ഷെ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം അതില്ല. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ സാധിക്കും. ഈ സാംഖ്യാശാസ്ത്രത്തെ ബ്രഹ്മാവ് സ്വപുത്രനായ മനുവിനും വിതുരർക്ക് മൈത്രേയനും ഉപദേശിച്ചിട്ടുണ്ട്.
ഇപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ സ്വമാതാവിന് ഉപദേശിക്കണം. കപിലൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഡയറക്റ്റായിട്ട് ഉപദേശിക്കണം. ആത്മാവിനെ പ്രകൃതി കാര്യങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ സാഖ്യം ഭക്തി യോഗം എന്ന 3 മാർഗങ്ങളെ പറഞ്ഞതിൽ ഭക്തിയെക്കുറിച്ച് വിവരിച്ച ശേഷം സാഖ്യത്തെ പറവാൻ ഭാവിക്കുന്നു. അത് അതിൻ്റെ പ്രിയാമ്പിളാണ്. ഇനിയാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനിയാണ് പറയാൻ പോണത്. ഭഗവാൻ അരുളി ചെയ്തു, ഹേ അംബേ. അംബേ എന്ന് പറഞ്ഞാൽ അമ്മയെന്നർത്ഥം. ഈ പശുക്കൾ എങ്ങനെ അമറുക? അംബേ എന്ന് പറഞ്ഞാൽ ഭഗവതി കാത്തുരക്ഷിക്കണേന്നാണ്. നമ്മൾ ആ അമ്മയെ എന്ന് സുതാര്യമായി വിളിക്കണേന് വരെ മമ്മിയായി ഡാഡിയായി. അർത്ഥമില്ലാത്തതാ ഡാഡി, മമ്മി. അതിന് ഈജിപ്ഷ്യൻ ഭാഷയിലെ പിരമിഡ് എന്നാണ് പറയുക, ചത്ത ശവം സൂക്ഷിക്കുന്നത് എന്ന്. അമ്മേ എന്ന് മലയാളത്തിൽ വിളിച്ചാൽ അതിനൊരർത്ഥഗാംഭീര്യമുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഭവതിയോട് തത്വങ്ങളുടെ ലക്ഷണത്തെ വെവ്വേറെ വിവരിച്ചു പറയാം. ഇത് നിങ്ങൾ അധ്യായം ചെയ്യാണ്ട് സപ്താഹത്തിന് പോയാൽ ഇത് മനസ്സിലാവില്ല. എങ്ങനെ മനസ്സിലാവുക? അപ്പോൾ പറയണോ, മുക്തിയെ ആഗ്രഹിക്കുന്ന പുരുഷൻ തത്വങ്ങളെ അറിയുന്നത് കൊണ്ട് പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ എന്നിവ ഉണ്ടായതായിട്ടറിയുമ്പോൾ ദേഹാദികൾ പ്രകൃതി കാര്യങ്ങളാണെന്നും പുരുഷൻ അതിൽ നിന്ന് ഭിന്നനാണെന്നും. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്. അപ്പോൾ ഒന്ന് പ്രകൃതി കാര്യങ്ങളിൽ നിന്നാണ് ശരീരം ഉടലെടുത്തത്, പഞ്ചഭൂതങ്ങളെ കൊണ്ട്. അതിൽ ചൈതന്യമുള്ളത് കൊണ്ട് ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം നാറുന്നില്ല. അങ്ങനെയാണല്ലോ. അപ്പോൾ ആ പ്രകൃതി പുരുഷനെ പ്രകൃതിയുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് ചൈതന്യവത്തായിട്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും അന്ധകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതുമായിട്ടുള്ള ചൈതന്യമാണ് പുരുഷൻ. അതിൽ നിന്ന് ഭിന്നനാണെന്നും അറിയാം. അപ്പോൾ ദേഹാഭിമാനം നശിക്കും. ഈ ദേഹാഭിമാനമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനാൽ ജീവതത്വം ശുദ്ധമായിരിക്കും. ജീവൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തത്വം വേണം നമുക്ക്. തത്വങ്ങളില്ലാണ്ട് ജീവിക്കാൻ പാടില്ല. അപ്പോൾ ജീവതത്വം ശുദ്ധമായി വരും. തന്നിമിത്തം ജന്മജരാ മരണാദിഭാവങ്ങളിൽ നിന്ന്, ജനിക്കുക, ജരബാധിക്കുക, മരണങ്ങളിൽ നിന്ന് മുക്തനായി വരും. അതിനാൽ തത്വങ്ങളെ അറിയുന്നത് മുക്തിക്കുള്ള സാധനങ്ങളിൽ വെച്ച് പ്രധാനമേറിയ സംഗതിയാണെന്ന് സാരം അറിയണമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ശ്ലോകം. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യ ആത്മദർശനം യഥാഹുർവർണ്ണയേ തത്തേ ഹൃദയഗ്രന്ഥി ഭേദനം. ആ ഹൃദയഗ്രന്ഥിനെ ഭേദിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ള വട്ടത്തിൽ വട്ടം ചുറ്റും നമ്മൾ ജനിക്കാൻ മരിക്കുക. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കുന്നതും ആത്മാവിനെ ദർശിപ്പിക്കുന്നതുമായ ഹൃദയത്തോടുള്ള ബന്ധം മാറിയാലാണ് ചിദാകാശ ഗുഹയിൽ വിന്യസിച്ചിട്ടുള്ള അല്ലെങ്കിൽ വസിക്കുന്ന ആ ദൈവിക ചൈതന്യത്തിനെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആത്മാവിനെ ദർശിക്കുന്നതുമായ അറിവ് പുരുഷൻ്റെ നിശ്രേയസമാകുന്ന അർത്ഥത്തെ സാധിപ്പിക്കുന്നതാണ്. എന്താ? ഏറ്റവും ശ്രേയസ്സായിട്ടുള്ളതാണ് മോക്ഷം. അതിലേക്കുള്ള വഴിയാണത്. അത് അറിയണ്ടെന്ന് വാശി പിടിച്ചാൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു സാധിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. എന്നത് യാതൊന്നോ അതേതാണോ അതിനെ ഭവതിയോട്, അമ്മയായ ദേവഹൂതിയോട് ഞാൻ വർണ്ണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. മുക്തി സിദ്ധിക്കണമെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കണം. മുക്തി വേണോ? ആത്മാവിനെ പറ്റിയിട്ടുള്ള അറിവ് വേണം. തത്വലക്ഷണം അറിഞ്ഞാൽ പോരാ. വെറും തത്വലക്ഷണങ്ങൾ അറിഞ്ഞാൽ പോരാ എന്നല്ലേ ശ്രുതി അഭിപ്രായം. തം ഏവ വിദിത്വാ
അതിമൃത്യുമേതി ആത്മാവിനെ അറിയുന്നത് കൊണ്ട് മാത്രമേ മരണത്തിൽ നിന്ന് മീതെയിരിക്കുന്ന പദവിയെ പ്രാപിക്കുന്നുള്ളൂവെന്ന് വേദം വിധിച്ചിരിക്കെ തത്വവാഖ്യാനം കൊണ്ട് ഫലമെന്തെന്നുള്ള ശങ്കയെ പരിഹരിക്കണം. അത് ഏതൊരു വിധമായ അറിവിൽ നിന്ന് ആത്മസ്വരൂപബോധം അനുഭവപ്പെടുന്നുവോ, ഫീലിംഗ് അതാണ് പറഞ്ഞത്, പെടുന്നുവോ, ഏതൊരു വിധമായ അറിവുണ്ടാവുമ്പോൾ ദേഹാദികളിൽ ഉണ്ടായിരുന്ന ഞാനെന്ന ഭാവം, അഹങ്കാരം നശിക്കുന്നുവോ, ഏതൊരു വിധമായ ജ്ഞാനത്തെ പരമപുരുഷാർത്ഥരൂപമായ മോക്ഷത്തിൻ്റെ സാക്ഷാത്കാരണമായിട്ട് വേദാന്ത ശാസ്ത്രം ഉപനിഷത്തുകൾ സിദ്ധാന്തിച്ചിരിക്കുന്നുവോ. ഈ ഉപനിഷത്തുകൾ ചെറുതാണ്, പക്ഷേ വലിയ വലിയ ആശയങ്ങളാണ്. അത് ഉൾക്കൊണ്ടാലാണ് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ പറഞ്ഞു, വേദാന്ത ശാസ്ത്രം ഉപനിഷത്തുകൾ സിദ്ധാന്തിച്ചിരിക്കുന്നുവോ, ആ ആത്മജ്ഞാന മാർഗത്തെ ഞാൻ അമ്മയോട് പറയാം. ആത്മജ്ഞാന മാർഗത്തെ, അങ്ങനെ ഒരു പുത്രനാണ് ഉണ്ടാവേണ്ടത് ഓരോരുത്തർക്കും. തത്വങ്ങളുടെ ലക്ഷണം അറിയുമ്പോൾ അവയിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതിനാൽ സാഖ്യാശാസ്ത്രം കൊണ്ട് ആത്മവിജ്ഞാനം തന്നിമിത്തം മോക്ഷവും ഭവിക്കുന്നു എന്ന് സാരം എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ശ്ലോകം. അനാദിരാത്മാ പുരുഷോ നിർഗുണോ പ്രകൃതേ പര പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിർവിശ്വം യേന സമന്വിതം. എടുത്താൽ പൊന്തില്ലേ ശ്ലോകം, അതിൻ്റെ അർത്ഥം മനസ്സിലാവുമ്പോൾ. വ്യാപകനായ പുരുഷൻ, എവിടെയും സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. ആരെ? ആത്മാവ്, പുരുഷൻ. ഗുണാതീതനും, അതാണ് മനസ്സിലാക്കേണ്ടത്. ഗുണാതീതനും പ്രകൃതിയിൽ നിന്ന് അന്യനും. ഈ കാണുന്ന പ്രകൃതിയല്ല. അപ്പോൾ ഈ സൈറ്റ് സീയിങ്ങിന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സൈറ്റ് സീയിങ് ചിലവരുണ്ട്, സൈറ്റ് സീയിങ് ആണ് ഇമ്പോർട്ടൻ്റ്. അതിലർത്ഥമില്ല എന്നുള്ളത് അവർക്കറിയില്ല. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് അന്യനും ആദിയില്ലാത്തവനും തുടക്കമില്ലാത്തവനും ആന്തരമായ പ്രകാശത്തോടു കൂടിയവനും. അതായത് ആന്തരമായ പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയപ്രകാശ രൂപത്തിൽ വർത്തിക്കുന്നവനും സ്വയമേവ പ്രകാശിക്കുന്നവനുമായ ലോകം യാതൊന്നിനോട് ചേർന്നതായിട്ട് വിളങ്ങുന്നു. തെറ്റിദ്ധാരണയാണ്, അതിനെ മാറ്റണം. അതാണ് സ്വയമേവ പ്രകാശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്. ആദ്യമായിട്ട് പുരുഷലക്ഷണം പറയുന്നു. എന്താണ് ഈ ചൈതന്യം? എങ്ങും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം യാതൊന്നോ. എവിടെയും നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിലും ശരി, ചൈതന്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ ചൈതന്യം പോയിട്ട് വരും, മനസ്സ് പോയിട്ട് വരും. നമ്മളിവിടെ തന്നെ ഇരിക്കണം, അതാണ് സത്യം. അപ്പോൾ യാതൊന്നോ അതുതന്നെ പുരുഷൻ. പ്രകൃതിയുടെ സ്വരൂപം ജഡം, അല്ലേ? മണ്ണ്, മരം ഒക്കെ പറഞ്ഞാൽ ജഡ. അപ്പോൾ ആത്മാവോ അതിന് വിപരീതമായിരിക്കുന്ന അന്തഃപ്രകാശമാകുന്ന സ്വരൂപത്തോടു കൂടിയവനാകുന്നു. അന്തഃപ്രകാശം, അന്തസ്വരൂപത്തോടുള്ളത്. അപ്പോൾ ഉണ്ടായി നശിക്കുന്ന വിജ്ഞാനത്തെ ആത്മസ്വരൂപമെന്ന് വാദിക്കുന്ന ഒരു സംഘക്കാരുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെയുണ്ട്. അവർക്ക് ക്ഷണിക വിജ്ഞാനവാദികൾ എന്ന് പറഞ്ഞാൽ ക്ഷണികാണ്. അവരുടെ അറിവ് ക്ഷണിക, നിരന്തരമാവണം, സദാ സേവ്യ. അവരുടെ ആ മതത്തെ ഖണ്ഡിപ്പാനായിട്ട് ആത്മാവ് ആദിരഹിതനാണെന്ന് കാണിപ്പാൻ അനാദി എന്ന വിശേഷണം എപ്പോൾ ഉണ്ടായതാ? എവർ എക്സിസ്റ്റിംഗ്, അതിന് നാശമില്ല. ക്ഷണിക വിജ്ഞാനവാദികളുടെ അഭിപ്രായത്തിൽ അപ്പോൾ ഉണ്ടാകുന്ന വിജ്ഞാനം എന്നല്ലേ ലക്ഷണം? അങ്ങനെയല്ല, എപ്പോഴുള്ളതാ. അപ്പോൾ ആത്മാവിന് ആദിയുണ്ട്, അതില്ലെന്ന് അനാദി എന്ന വിശേഷണം സിദ്ധാന്തിക്കുന്നു. ജനിക്കുക മരിക്കുക എന്നുള്ള സ്വരൂപമായ സംസാരം ആത്മാവിനില്ലെന്ന് കാണിക്കുന്നു. പ്രകൃതിയെ പ്രകൃതിയിൽ നിന്നും മേലെ എന്ന വിശേഷണത്തിന് പ്രകൃതിയോട് സംബന്ധപ്പെടാതിരിക്കുന്നവനെന്ന് സാരം. നോ റിലേഷൻ
അങ്ങനെയാണ്. അസംഗോ അഹി അയം പുരുഷ എന്നുള്ള ശ്രുതി പ്രകൃതി കാര്യങ്ങളോട് ആത്മാവിന് സംഘമില്ലെന്ന് കാണിക്കുന്നു. മീമാംസകന്മാർ ആത്മാവിനെ ജ്ഞാനത്തിന് വിഷയമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയല്ല എന്ന് കാണിപ്പാൻ സ്വയം ജ്യോതി എന്ന വിശേഷണം, ആരും കൊളുത്തി വയ്ക്കണതല്ല ഉള്ളിലുള്ള ചൈതന്യം. എന്നാലോ ആ ചൈതന്യത്തെ ബഹുമാനിച്ചുകൊണ്ട് കേമന്മാർ വരുമ്പോൾ താല്പര്യമൊക്കെ എടുക്കും നമ്മൾ. അന്യങ്ങളായ ജഡങ്ങളെ പ്രകാശിപ്പിക്കുകയും സ്വയമേവ പ്രകാശിക്കുകയും ചെയ്യുന്ന ആത്മസ്വഭാവമാകുന്നു എന്ന് അർത്ഥം പറയണം. ഈ വിശേഷണം കൊണ്ട് തന്നെ ജ്ഞാനത്തിന് ആധാരമായി പ്രകാശിക്കുന്നതാകുന്നു ആത്മസ്വരൂപം. അറിവുള്ളവർക്ക് മാത്രം ഇത് മനസ്സിലാവുന്നുള്ളൂ. അതാണ് ജ്ഞാനത്തിന് ആധാരമായി. എൻ്റെയും നിങ്ങളുടെയും അറിവ്, അതിനൊരു ആധാരം വേണം, ഒരു ബേസ് വേണം. അതാണ് ഇവിടെ ഇത്. ഈ ചൈതന്യം പോയാൽ പിന്നെ ഈ അറിവ് എവിടെ പോയി? എത്ര കുലുക്കി വിളിച്ചാലും വിളിക്കില്ല. അപ്പോൾ ആത്മസ്വരൂപം എന്നുള്ള പ്രഭാകര മതവും ഖണ്ഡിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവ് ജ്ഞാനത്തിന് ആധാരമെന്ന് വരുമ്പോൾ ജ്ഞാനം ആത്മസ്വരൂപമല്ലെന്ന് സാധിക്കുന്നു. ആ അഭിപ്രായം ശരിയല്ല. ജ്ഞാനം തന്നെ ആത്മസ്വരൂപം, അറിവാണ് ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ നിരാകാരം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാതെ കണ്ട് അമ്പലത്തിൽ ക്യൂ നിന്നിട്ട് തൊഴുതിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ആത്മസാന്നിധ്യം നിമിത്തം ജഡരൂപങ്ങളായ ആകാശാദിഭൂതങ്ങളും തജ്ജന്യങ്ങളായ ലോകങ്ങളും പ്രകാശിക്കുന്നു. ഈ കാരണങ്ങളാൽ പുരുഷൻ പ്രകൃതി വിലക്ഷണനാണെന്ന് സിദ്ധമായി. പ്രകൃതി അല്ല എന്ന് മനസ്സിലായി. സമന്വിതം എന്ന പദം വെറും സാന്നിധ്യത്തെക്കാൾ ദൃഢമായി പ്രകൃതി പുരുഷ ബന്ധം കുറിക്കുന്നു. പ്രകൃതേപര എന്നതുകൊണ്ട് ജ്ഞാനസ്വരൂപനായ പുരുഷൻ പ്രകൃതിയിൽ നിന്നും വളരെ ഉപരിയാണെന്നും പ്രകൃതിയെ ഒന്നിനും ആശ്രയിക്കുന്നില്ല എന്നും സിദ്ധാന്തമാകുന്നു. പ്രകൃതി പുരുഷ സമന്വിതമാണ് ഈ പ്രപഞ്ചമെന്നും പുരുഷനിൽ നിന്ന് പ്രപഞ്ചത്തെ വേർപെടുത്താൻ സാധ്യമല്ല എന്നും വരുന്നു. ത്വം വാ ഇദം സദസതീശ ഭവാൻസ്തോ അന്യോ. സത്തും അസത്തുമായ ഈ പ്രപഞ്ചം, സത്തും അസത്തുമായ ഈ പ്രപഞ്ചം അവിടുന്ന് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, പുരുഷൻ തന്നെയാണ്. എന്നാൽ അവിടുന്ന് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പ്രഹ്ലാദൻ നൃസിംഹമൂർത്തിയെ സ്തുതിക്കുന്നതിലുള്ള അതേ അദ്വൈത സിദ്ധാന്തം തന്നെയാണ് ഇവിടെ കപില ഭഗവാനും സാഖ്യാമാർഗത്തിൽ ഉപദേശിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയുണ്ടായി. 4-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. സയേഷ പ്രകൃതിം സൂക്ഷ്മാം ദേവീം ഗുണമയീം വിഭൂ യദൃശ്ചയോപഗതാം അഭ്യപദ്ധ്യത ലീലയാ. വിനോദമാണ്. വിനോദം ആ അവസ്ഥയിലാണ്, കളങ്കമില്ലാത്ത അവസ്ഥയിലാണ് ആത്മാവിനെ പറ്റിയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. ഈ വ്യാപകനായ ആത്മാവ് അവ്യക്തയും സത്വാദി ഗുണസമഷ്ടി സ്വരൂപിണി, സത്വത്തിൻ്റെ ഗുണങ്ങൾ, പുരുഷൻ്റെ ഗുണങ്ങൾ, സത്വാദി ഗുണസമഷ്ടി സ്വരൂപിണിയും ദേവൻ്റെ ശക്തിയും എതിർച്ചയായിട്ട് തന്നെ സമീപത്ത് വന്നവളുമായ പ്രകൃതിയെ ലീലയായിട്ട് സ്വീകരിച്ചു. സീരിയസ് അല്ല. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. സാഖ്യമതത്തിൽ ജീവൻ, ഈശ്വരൻ, ജഗത്ത് ഈ മൂന്നിൻ്റെ സ്വരൂപത്തെ നിർണയിക്കുന്നതാണ് മുഖ്യ വിഷയം. ഇതിൽ ജഗത്തിൻ്റെ നിമിത്തോപദാന കാരണഭൂതനായ ഈശ്വരൻ്റെ സ്വരൂപത്തെ വിവരിച്ച ശേഷം പ്രകൃതിയുടെ സ്വരൂപത്തെ വിവരിപ്പാൻ ആരംഭിക്കുന്നു. ആദ്യം പുരുഷനാരാ എന്താ എന്നുള്ളത് പറയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പ്രകൃതിയുടെ സ്വരൂപത്തെ വർണ്ണിക്കാൻ പോണത്. അതിൽ പ്രകൃതിയെ ആവരണശക്തി, നമ്മൾ ഷർട്ട് ഇട്ടാൽ ഷർട്ട് ഈ ശരീരത്തിൻ്റെ ആവരണശക്തിയാണ്. ആവരണശക്തിയെ ജീവോപാധിയായ അവിദ്യയെന്നും, ജീവൻ്റെ ഉപാധി എന്താ? അവിദ്യ, അജ്ഞാന. വിക്ഷേപശക്തിയെ
ഈശ്വരോപാധിയായ മായയെന്നും പരമേശ്വരി എന്നും വിദ്യയെന്നും നാനാ നാമധേയങ്ങളെ കൊണ്ട് കാണിക്കണം. പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പുരുഷനെ ജീവനെന്നും ഈശ്വരനെന്നും രണ്ടു വിധമായിട്ട് വിഭജിച്ചിരിക്കുന്നു. പുരുഷനെ ജീവനെന്നും ഈശ്വരനെന്നും രണ്ടു വിധമായിട്ട് വിഭജിച്ചിരിക്കുന്നു. പ്രകൃതി സ്വരൂപത്തെ വേർതിരിച്ചറിയാതെ പ്രകൃതികാര്യമായ ശരീരാദികളെ ആത്മത്വേന അഭിമാനിച്ചതുകൊണ്ട് ജനന മരണത്തിന് വശപ്പെട്ടിരിക്കുന്ന അവിദ്യോപാഹിത ചൈതന്യം ജീവൻ പ്രകൃതിയെ സ്വാധീനപ്പെടുത്തിയിട്ട് പ്രകൃതികാര്യങ്ങളായ തത്വങ്ങളെ കൊണ്ട് ലോക സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്ന വിദ്യോപഹിത ചൈതന്യം ഈശ്വരൻ എന്നാണ് ഭേദത്തിന് കാരണം കാണിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അതിൽ പ്രകൃതിയെ വേർതിരിച്ചറിയാത്തത് കൊണ്ട് ജീവനുണ്ടാകുന്ന സംസാരത്തിൻ്റെ സ്വരൂപത്തെ ഇത് മുതൽ 5 ശ്ലോകം കൊണ്ട് വിവരിക്കുന്നു. നിർഗുണത്വാദി ലക്ഷണസഹിതനായും സ്വതന്ത്രനായും ഇരിക്കുന്ന ഈശ്വരൻ എതിർച്ചയാ ഉദ്ബുദ്ധയായ പ്രകൃതിയെ സൃഷ്ട്യാദി ലീലാർത്ഥം അംഗീകരിച്ചു. ആ പ്രകൃതി മഹാവിഷ്ണുവിൻ്റെ ശക്തിവിലാസത്തിൻ്റെ സ്വരൂപഭൂതയും സത്വാദി ഗുണങ്ങളുടെ സമിഷ്ടിയും അവ്യക്തയുമാകുന്നു. ജീവാദ്യഷ്ടം നിമിത്തം പ്രകൃതിയുടെ വികാസമുണ്ടായി. അപ്പോൾ അതിനെ ഈശ്വരൻ അംഗീകരിച്ചു. സ്വയമേവ പ്രകാശിപ്പാൻ ഉപാധിയായിട്ട് സ്വീകരിച്ചു എന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സീനോഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.